ഹലോ ലോറ്റ് ഗുഡ് ഡാ. നമ്മളിന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും കുഴിമന്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ ജർമ്മനിയിൽ ഈ കുഴിമന്തി പോലത്തെ അറേബ്യൻ ഫുഡുകൾ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി, ചുവന്ന മുളക് പൊടി ഒരു സ്പൂണ് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഒരു 1/4 സ്പൂണ് ഗരം മസാല ഇതിനോട് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല, ഒരു 2 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ്. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ കുറച്ച് വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മളിത് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണേ. നമുക്കൊരു ചിക്കനിലൊക്കെ പരട്ടാൻ പാകത്തിന് കണക്കാക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്യും കേട്ടോ. നമ്മൾ മന്തിക്ക് ഉള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ കാൽഭാഗമാണ് നമ്മൾ മന്തിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ശേഷം ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ചിക്കൻ്റെ പീസിലിട്ട് ഇത് പരട്ടി മാരിനൈസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്ത് കഴിഞ്ഞാൽ മസാല പിടിക്കാൻ ചെറിയൊരു എളുപ്പമുണ്ടാവും. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്തു നോക്കുന്നത്. പിള്ളേർക്കാണെങ്കിൽ നാട്ടിലായിരിക്കുമ്പോൾ മന്തി വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ തീരെ യാത്രയൊക്കെ ചെയ്ത് പോയിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പരട്ടി അത് മാരിനൈസ് ചെയ്യാൻ വെച്ചു. ശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചു. അതിലിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. കുറച്ച് നെയ്യ് നമ്മളതിനകത്ത് ഒഴിച്ചു. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ബാക്കി നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഏലക്ക എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് കുരുമുളക്, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗ്രാമ്പു, രണ്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബിരിയാണി മസാല കുറച്ചുണ്ടായിരുന്നു, താക്കോലും കറുകപ്പട്ട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു കൂട്ടും. തീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവനാണ്. അതിൻ്റെ കുറച്ച് സ്റ്റൗവിൻ്റെ വോൾട്ടേജ് കുറച്ച് വെക്കുക. ആ ചൂടിൽ അത് ആയിക്കോളും. കുറച്ച് ഇത് സർവ്വസുഗന്ധീൻ്റെ ഇല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ ബിരിയാണി മസാലൻ്റെ കൂടെ മേടിക്കാൻ കിട്ടും കേട്ടോ. ശേഷം നമ്മൾ നേരത്തെ ചിക്കന് പുരട്ടാൻ വെച്ചിരുന്ന മസാല ഉണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് ബാക്കി വരും. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മിക്സാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ അരി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരിയൊക്കെ കുതിർന്ന് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ എണ്ണ അരിയിലായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ. അത് അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി നമുക്ക് പിന്നെ നമ്മൾ ചോറ് വെച്ച് കഴിയുമ്പോഴേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് നന്നായിട്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ എല്ലാ അരിയിലും പറ്റിയെന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. നല്ലപോലെ മിക്സാക്കി നമ്മൾ ആ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് എല്ലാത്തിലും പിടിക്കുക. അതിന് ശേഷം ഒരു നാരങ്ങ എടുത്തിട്ട്, നാരങ്ങ ഒരു ഇച്ചിരി അതിനകത്തേക്ക് ഇറ്റിച്ച് കൊടുക്കുക. നാരങ്ങേൻ്റെ കുറച്ച് നീരുകൾ അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കുന്നത്. പിന്നെ അതേമാതിരി നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുക. നമ്മളിത് പിന്നെ 1.5 കപ്പ് അരിയാണ് എടുത്ത് അതിലായിട്ട് നമ്മൾ ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ, അതായത് വോൾട്ടേജ് കുറച്ചിട്ടിട്ട് ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് നമ്മുടെ ഓവൻ്റെ അടിഭാഗത്ത് നമ്മൾ ഗ്രില്ലൊക്കെ ഉണ്ടാക്കുന്ന വശത്ത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. നേരത്തെ പറ്റിയ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചു. മസാലയൊക്കെ നല്ലോണം അതിനകത്തേക്ക് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചെറു തീയിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് വെച്ചത്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിരിക്കുകയാണ്. മേലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ വെച്ചിരിക്കുന്നത് ഒരു 45 മിനിറ്റ് നേരത്തേക്ക് 150 ഡിഗ്രി സെൽഷ്യസിലാണ് ഓവനിൽ ചിക്കൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് വെച്ചത്. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 20 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്നത് നല്ല ആവി വറുക്കുന്ന മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇച്ചിരി ചിക്കൻ്റെ ചാറൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് റൈസിന് വരും. ഇപ്പോൾ അല്ലെങ്കിൽ ഈ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തില്ല. ശരിക്കും ഇത് വേറെ രീതിയിലും കൂടെ ചെയ്യാം. ഉപ്പൊക്കെ നോക്കി ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നുന്നു. അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഗ്രില്ല് എന്തായിട്ടുണ്ടെന്ന് നോക്കാം. ഗ്രില്ലും ഏതാണ്ട് കുക്കായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒരു പകുതി സമയമായി കഴിയുമ്പോൾ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന മന്തിൻ്റെ പീസുകൾ ഇടയ്ക്ക് മറിച്ചില്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ കുക്കാവുള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയതുകൊണ്ട് ഞാനത് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടി എടുത്ത് ഓവനിൽ വെച്ചാണ്. ഓവനിൽ വെക്കുമ്പം എല്ലാവരും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ കുക്കറോട് കൂടിയിട്ട് വെച്ചത്, അതുകൊണ്ടിട്ട് എല്ലാവരും അങ്ങനെ തന്നെ വെച്ച് കളയരുത്. ഞാൻ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷമാണ് കുക്കറോട് ചെറിയൊരു ചൂടുണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൻ്റെ പിടിയൊക്കെ ചൂടി ചിലപ്പോൾ ഉരുകി പോട്ടോ. ദമ്മിടാം. നമ്മൾ വേറെ സ്റ്റീൽ പാത്രത്തിലാണ് സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദമ്മിടാറുള്ളത്. അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വന്നു. അപ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്താണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടിട്ട് ആരും ഓവനിൽ ഫുൾ ചൂടിൽ കുക്കർ എടുത്ത് വെക്കരുത്. കുക്കറിൻ്റെ ഹാൻഡിലെല്ലാം കത്തിപ്പോട്ടോ. ആറാതിരിക്കാൻ വേണ്ടി വെച്ചു എന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും കൂടി ചൂടാക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓവൻ മന്തി റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് മക്കൾക്ക് സെർവ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം നമ്മൾ നേരത്തെ ചിക്കനിൽ മിക്സ് ചെയ്ത മസാല ഉണ്ടല്ലോ, അതുകൊണ്ട് ചെറിയൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി. അതേ മസാല തന്നെ. മക്കൾക്ക് ലെഗ് പീസാണല്ലോ, അവർക്ക് ഒരു ലെഗ് പീസ് അങ്ങോട്ട് കൊടുത്തു. നമ്മുടെ സലാഡ്, നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്ത അതേ
മസാല കൊണ്ട് ചെറിയൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരാണ് ഇതിൻ്റെ അഭിപ്രായം പറയണത്. ഇവരിതിൻ്റെ അഭിപ്രായം പറയട്ടെ. സൂപ്പറാന്ന്